ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പ്രമോദ് കൊട്ടൂളിയെ പുറത്താക്കാൻ തീരുമാനമായിരിക്കുന്നു. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ കോഴിക്കോട് PSC കോഴ ആരോപണ വിവാദത്തിൽ ഇപ്പോൾ പ്രമോദ് കൊട്ടൂളിയെ CPM-ൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. VS രഞ്ജിത്തുണ്ട് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ജില്ലാ നേതൃത്വത്തിൽ ഉൾപ്പെടെ വളരെ വിമർശനം ഉയർന്നിരുന്നു. പ്രമോദ് കൊട്ടൂളിയെ പുറത്താക്കണമെന്ന് തന്നെയുള്ള ആവശ്യങ്ങളുമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എപ്പോഴാണ് നടപടി വന്നത്? കൂടുതൽ വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് PSC കോഴ ആരോപണ വിവാദത്തിൽ പ്രമോദ് കൊട്ടൂളിയെ CPM-ൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യാനുമാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, എപ്പോഴാണ് നടപടിയായത്? യോഗം തുടങ്ങിയിരിക്കുന്നു. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഏരിയ കമ്മിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട്. പ്രമോദിനെ പുറത്താക്കണം എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. അത് ഏരിയ കമ്മിറ്റിയാണ് അന്തിമമായി അത് തീരുമാനമായി പ്രഖ്യാപിക്കേണ്ടത്. ഏരിയ കമ്മിറ്റി ഈ പ്രമോദ് ഉൾപ്പെടുന്ന കമ്മിറ്റി ആയതുകൊണ്ട് പ്രമോദിന്റെ നടപടിക്രമം പൂർത്തിയാക്കേണ്ടത്, പ്രമോദിന്റെ പുറത്താക്കൽ നടപടി പൂർത്തിയാവുന്നത് ഈ ഏരിയ കമ്മിറ്റിയുടെ അനുമതിയോട് കൂടിയായിരിക്കും. സ്വാഭാവികമായിട്ടും ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിന്മേൽ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിനപ്പുറത്തേക്ക് ഒരു തീരുമാനം ഏരിയ കമ്മിറ്റിയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏരിയ കമ്മിറ്റിയിൽ ഈ തീരുമാനം അറിയിക്കും. ഏരിയ കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ തീരുമാനം സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന സമിതിയെയും അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പ്രമോദ് കൊട്ടൂളി പുറത്തേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. മാത്രവുമല്ല, പ്രമോദ് കൊട്ടൂളിയെ സസ്പെൻഡ് ചെയ്താൽ മതി, പാർട്ടിയിൽ തരം താഴ്ത്തിയാൽ മതി എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും വന്നിരുന്നു. പക്ഷേ മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ ശക്തമായി തന്നെ പ്രമോദിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടു. മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രമല്ല, മന്ത്രി മുഹമ്മദ് റിയാസിനെ പിന്തുണയ്ക്കുന്ന ജില്ലാ കമ്മിറ്റിയിലെയും ജില്ലാ സെക്രട്ടേറിയറ്റിലെയും അംഗങ്ങൾ മുഴുവനും പ്രമോദിനെ പുറത്താക്കണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുടെ പേരിൽ പ്രമോദിനെ പുറത്താക്കാൻ പറ്റില്ല എന്നും ജില്ലയിലെ മറ്റ് നേതാക്കന്മാർക്കും ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട മറ്റ് നേതാക്കന്മാർക്കും ഒക്കെയുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാൻ പലരും ശ്രമിച്ചു. പക്ഷേ പ്രമോദിനെ പുറത്താക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായി വന്നിരിക്കുന്നത്. പ്രമോദിനെ പുറത്താക്കാനാണ് തീരുമാനം. സസ്പെൻഷൻ നടപടിയാണെങ്കിൽ പ്രമോദിന് വീണ്ടും അപ്പീൽ നൽകി പാർട്ടിയിലേക്ക് തിരിച്ചു കയറാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും ഈ ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. അതുകൊണ്ട് പ്രമോദിനെ പുറത്താക്കുന്നു എന്നുള്ളത് തന്നെയാണ് നടപടിക്രമമായി പ്രഖ്യാപിക്കുന്നത്. പുറത്താക്കൽ നടപടി ഈ ഏരിയ കമ്മിറ്റിയിൽ അറിയിക്കും. ഏരിയ കമ്മിറ്റിയിൽ ഇക്കാര്യം ചർച്ച ചെയ്യും എന്നുള്ളത് സാങ്കേതികമായി അവിടെ ഒരു ചർച്ച നടക്കും. പക്ഷേ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരായ ഒരു തീരുമാനം വരാനോ ജില്ലാ കമ്മിറ്റി തീരുമാനം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രമോദ് പുറത്തേക്ക് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. രഞ്ജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നടപടി പ്രമോദ് കൊട്ടൂളിയിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടപടി പ്രമോദ് കൊട്ടൂളിയിൽ ഒതുങ്ങും എന്നുള്ളതാണ് നമുക്ക് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. കാരണം ഇന്ന് ചർച്ച നടന്ന് മുഴുവൻ പ്രമോദ് കൊട്ടൂളിയെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. പ്രമോദ് കൊട്ടൂളി പക്ഷേ ഇനി പ്രമോദ് കൊട്ടൂളിയുടെ നിലപാടും പ്രമോദ് കൊട്ടൂളി എന്താണ് ഇത് സംബന്ധിച്ച് ഒരു വിവരം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് പ്രമോദ് കൊട്ടൂളിയുടെ വിശദീകരണം എന്തായിരിക്കും എന്നുള്ളതാണ്. പ്രമോദ് കൊട്ടൂളി മാധ്യമങ്ങളെ കാണും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ജില്ലാ കമ്മിറ്റി തീരുമാനം പുറത്തു വരുന്നത് പ്രമോദ് കൊട്ടൂളിയെ പുറത്താക്കാനാണ് തീരുമാനം. സസ്പെൻഷൻ നടപടിയിലേക്ക് പോകണം എന്നൊരാവശ്യം ഉണ്ടായിരുന്നു. തൽക്കാലം സസ്പെൻഷൻ മതി എന്ന രീതിയിൽ പല ഘട്ടത്തിൽ ചർച്ച വന്നു. ജില്ലാ കമ്മിറ്റി യോഗം നീണ്ടുപോകാൻ പോലും അത് കാരണമായിരുന്നു. ഒരു ഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറി ഇടപെട്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. കാരണം പുറത്താക്കണം എന്ന നിലപാടിൽ മന്ത്രി മുഹമ്മദ് റിയാസും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും ഉറച്ചു നിന്നു. വലിയ വാക്പോരിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയും ഉണ്ടായി. ഏതായാലും സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്ത നിലപാട് പ്രമോദിനെതിരെ നടപടിയെടുക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ തർക്കമുണ്ടായിരുന്നത് എന്താണ് നടപടി എന്ന കാര്യത്തിൽ മാത്രമാണ്. തൽക്കാലം സസ്പെൻഡ് ചെയ്യുക എന്നതിൽ ഒതുക്കണമോ അല്ലെങ്കിൽ പുറത്തേക്ക് നയിക്കണമോ എന്നുള്ളതായിരുന്നു. പുറത്താക്കിയാൽ പ്രമോദ് തീർച്ചയായിട്ടും ഇതിൽ മറ്റുള്ളവരെ കുറിച്ച് കൂടി പ്രമോദ് വെളിപ്പെടുത്തും. പ്രമോദിന്റെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പ്രമോദ് നൽകുന്ന വിശദീകരണം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഈ 22 ലക്ഷം രൂപ വാങ്ങി എന്നതിനെ കുറിച്ച്, ആര് വാങ്ങി, ആർക്കാണ് ഈ പണം കൊടുത്തത്, ആർക്കെല്ലാം പങ്കിട്ട് കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ എന്തെങ്കിലും പണമിടപാട് നടന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ തമ്മിലാണ് പണമിടപാട് നടന്നത്, ഇതിന്റെ വ്യക്തമായ കാര്യങ്ങൾ അറിയുന്ന വ്യക്തി പ്രമോദ് കൊട്ടൂളിയാണ്. സ്വാഭാവികമായിട്ടും പ്രമോദ് അത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് വിശദീകരണത്തിലേക്ക് കടന്നാൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്
സസ്പെൻഷനിൽ ഒതുക്കാനും പ്രമോദിന് പ്രതീക്ഷ കൊടുക്കാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ തീരുമാനമായി നമുക്കറിയാൻ സാധിക്കുന്നത് പ്രമോദ് പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. മറ്റു തരത്തിൽ ഒരു ശരി ചെറിയ രഞ്ജിത്ത്, നടപടിയിലേക്ക്